കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരം കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ബഗ്ഗും ഡീബഗ്ഗിങ്. ഈ വാക്കുകൾ വന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിന് മുമ്പ് തന്നെ എഞ്ചിനീയേഴ്സ് മെഷീനുകളിലെ ഡിഫക്റ്റുകളെ പറ്റി പറയാൻ വേണ്ടി ബഗ് എന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. 1800-കളിൽ തോമസ് ആൽവ എഡിസൺ തൻ്റെ ക്ലയൻസിനും എഞ്ചിനീയേഴ്സിനും എഴുതിയ കത്തുകളിൽ മെഷീൻസിൻ്റെ ഡിഫക്റ്റിനെ പറ്റി പറയാൻ ബഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും ബഗ് എന്ന വാക്ക് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ പോപ്പുലറായി ഉപയോഗിക്കാൻ തുടങ്ങിയത് 1947 ഹാർവാർഡിൽ നടന്ന ഒരു സംഭവത്തിന് ശേഷമാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മാർക്ക് ടു എന്നൊരു കമ്പ്യൂട്ടർ മാൽഫങ്ഷൻ ചെയ്യുകയുണ്ടായി. അന്നത്തെ കമ്പ്യൂട്ടേഴ്സ് ഇന്നത്തെ പോലെ കുഞ്ഞനല്ല, അതിഭീമാകാര സൈസുള്ള കമ്പ്യൂട്ടറുകളാണ്. അതിൻ്റെ കാരണം ഇന്നത്തെ ഇൻ്റഗ്രേറ്റഡ് ചിപ്സിനും ട്രാൻസിസ്റ്റേഴ്സിനും ഒക്കെ പകരം അതിൽ ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സും ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസും ഒക്കെ ആയിരുന്നു. ഈ വാക്വം ട്യൂബ്സിൻ്റെ വെട്ടത്തിലും ചൂടിലുമൊക്കെ ആകൃഷ്ടരായി പ്രാണികൾ കമ്പ്യൂട്ടർ വയറിങ്ങിനുള്ളിലേക്ക് കയറുക എന്ന് സർവ്വസാധാരണമായി. അന്നത്തെ മാൽഫങ്ഷൻ്റെ കാരണം അന്വേഷിച്ച് കമ്പ്യൂട്ടർ റാക്ക് തുറന്ന എഞ്ചിനീയർക്ക് ലഭിച്ചത് മെക്കാനിക്കൽ റിലേക്കിടയിൽ കുടുങ്ങിയ ഒരു പ്രാണിയാണ്. ആ പ്രാണിയെ നീക്കം ചെയ്ത് അവർ കമ്പ്യൂട്ടർ റെഡിയാക്കി. അതിനുശേഷം കമ്പ്യൂട്ടർ മാൽഫങ്ഷൻ്റെ കാരണം അവർ ഒഫീഷ്യൽ ലോഗ് ബുക്കിൽ ഹാസ്യരൂപേണ ഇങ്ങനെ രേഖപ്പെടുത്തി: ഫസ്റ്റ് ആക്ച്വൽ കേസ് ഓഫ് ബഗ് ബീയിങ് ഫൗണ്ട്. എന്നിട്ട് ഇവർ ആ പ്രാണിയെ പിടിച്ച് അവിടെ ഒട്ടിച്ചും വെച്ചു. ഈ കഥ ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയതോടുകൂടി ബഗ്ഗിൻ്റെ യൂസേജും കൂടി. ഇങ്ങനെ യൂസേജ് കൂടി ഹാർഡ്വെയർ പ്രശ്നങ്ങൾക്കുപരി സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾക്കും ബഗ് എന്ന വാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾക്ക് ഒരു പക്ഷേ ബഗ് എന്ന വേർഡ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുക സോഫ്റ്റ്വെയർ ഗ്ലിച്ചസുമായി ബന്ധപ്പെട്ടായിരിക്കും.